എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ ബൈസെക്ടേഴ്സ്. ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമഭാജികൾ. നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ചാപ്റ്ററാണ്. വളരെ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്ററാണ് ബൈസെക്ടേഴ്സ്. അപ്പോൾ നമ്മുടെ പേരിൽ നിന്ന് കാര്യം മനസ്സിലായിട്ടുണ്ട് അല്ലേ? ബൈസെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യമായി ഭാഗിക്കുക അല്ലേ? അതാണ് സമഭാജികൾ. തുല്യമായി ഭാഗിക്കുക, സമഭാജികൾ എന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ഒരു വര വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ലൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ഞാൻ ഇതിലൂടെ വേറൊരു വര ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ആദ്യം വരച്ച വര അതിൻ്റെ നീളം ഒരു 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം വരച്ച വരയുടെ നീളം ഒരു 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെ ഒരു ക്രോസ് ചെയ്തൊരു വര വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ വര ഈ വരയെ ഇവിടെ വെച്ച് മുറിച്ചു അല്ലേ? മുറിച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ 2 പീസായല്ലോ ഈ വര, 2 പീസായി അല്ലേ? അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ നീളം ഞാൻ അളന്ന് നോക്കിയപ്പോൾ ഇതൊരു 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഈ നീളം ഒരു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ നീളവും സ്വാഭാവികമായിട്ട് എത്ര ഉണ്ടാവും? 5 സെൻറ്റിമീറ്റർ തന്നെ ഉണ്ടായിരിക്കും അല്ലേ? 5 സെൻറ്റിമീറ്റർ. അതായത് ഞാനിപ്പോൾ ഇവിടെ ഈ വരച്ച വര, ഈ വരയെ എന്താക്കി? തുല്യമായ 2 ഭാഗങ്ങളാക്കി. അപ്പോൾ ഇങ്ങനെ തുല്യമായി ഭാഗിച്ചു ഈ വര അല്ലേ? അപ്പോൾ ഇതിനെ ഞാൻ എന്ത് പറയും? ഇതിനെ ഞാൻ ഒരു ബൈസെക്ടർ എന്ന് പറയും. അതായത് ഈ ലൈനെ തുല്യമായി ഭാഗിച്ച വരയാണിത് അല്ലേ? അതുകൊണ്ട് ഇതിനെ നാം എന്ത് പറയും? ഇതിൻ്റെ ഒരു ബൈസെക്ടർ എന്ന് പറയും. ഇനി ഇതേപോലെ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ വേറെ 1, 2, 3 എത്ര വര വേണമെങ്കിലും വരയ്ക്കാം അല്ലേ? ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കിയേ, കുറേ വരകൾ വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ വരകളൊക്കെ തന്നെ എന്താണ്? ഈ വരയുടെ മധ്യത്തിലൂടെയാണ് ഇതെല്ലാം കടന്നു പോകുന്നത്. അതായത് ഈ വരയെ തുല്യ 2 പീസുകളാക്കി അല്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ വരകളൊക്കെ ബൈസെക്ടേഴ്സ്, അതായത് സമഭാജികളാണ്. അപ്പോൾ എന്താണ് സമഭാജികൾ എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു അല്ലേ? ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഇതിൻ്റെ മിഡ് പോയിന്റിൽ കൂടി ഇതേ മറ്റൊരു ലൈൻ വരച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു ഇതിൻ്റെ സമഭാജ്യം ആദ്യത്തെ വരയുടെ, ഇപ്പോൾ ആദ്യത്തെ വര ഇപ്പോൾ ഒരു 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ ഈക്വൽ ആയിട്ടായിരിക്കും ഇത് മുറിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഒരു സമഭാജിയാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 2 ആംഗിളുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ലൈനിൻ്റെ മുകളിൽ 2 ആംഗിൾ ഉണ്ട്, ഒന്നിതും അല്ലേ? അപ്പോൾ ഈ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ 2 ആംഗിൾ ഈക്വൽ അല്ലല്ലോ, ഈക്വൽ അല്ലേ? ഇത് 2ആയിട്ട് മുറിക്കുന്നുണ്ട് ഈ വരയെ, പക്ഷേ 2 കോണുകളും ഈക്വൽ അല്ല അല്ലേ? ഇനി ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചാലോ? ഇവിടെയും എന്താണ്? ഇത് ബൈസെക്ടർ ആണ്, പക്ഷേ ഇത് 2 ആംഗിളുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഒന്നിതും ഈ ഒരു വലിയ ആംഗിളും അല്ലേ? അപ്പോൾ ഇത് 2 ഈക്വൽ അല്ല, പക്ഷേ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ വരയെ 2 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നുണ്ട് അല്ലേ? ഇനി ഞാൻ ഇവിടെ മറ്റൊരു ബൈസെക്ടർ വരയ്ക്കാൻ പോകുന്നു. ഇവിടെ നോക്കിയാൽ ഇതും ഒരു ബൈസെക്ടർ തന്നെയാണ് അല്ലേ? ഈ വരയെ തുല്യ 2 ഭാഗങ്ങളാക്കി. അപ്പോൾ അതൊരു ബൈസെക്ടറാണ്. പക്ഷേ ഇപ്പോൾ വരയ്ക്ക് മാത്രം പ്രത്യേകത ഉണ്ട്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഈ മറ്റു വരകൾക്കില്ലാത്ത ഒരു പ്രത്യേകത അതുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഈ മറ്റു വരകളൊക്കെ തന്നെ ഈ വരയെ തുല്യമായി ഭാഗിച്ചു അല്ലേ? പക്ഷേ ഇവിടുത്തെ ആംഗിളുകൾ തുല്യമായില്ല അല്ലേ? ഞാനിവിടെ പറഞ്ഞു ഇത് ഒരു വലിയ ആംഗിൾ, ചെറിയ ആംഗിൾ, അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഇത് ചെറിയ ആംഗിൾ, ഇത് വലിയ ആംഗിൾ അല്ലേ? പക്ഷേ ഇങ്ങനെ ഒരു വര വരച്ചപ്പോൾ ഇവിടെ 2 ആംഗിളുകൾ ഉണ്ടായി. ഈ ആംഗിൾ 2 തുല്യമാണ് അല്ലേ? ഈ ആംഗിളും ഈക്വലാണ്. ഈ ആംഗിളും ഈക്വലാണ്, അതോടൊപ്പം തന്നെ ഈ വരയെയും തുല്യമായി ഭാഗിച്ചു അല്ലേ? അപ്പോൾ ആംഗിൾ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? നമുക്കറിയാം, ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ് അല്ലേ? 180 ഡിഗ്രിയാണ് ആംഗിൾ മൊത്തം. അങ്ങനെയാണെങ്കിൽ അതിനെ തുല്യമായി ഭാഗിക്കുക എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഒരു ഭാഗം 90, അപ്പുറം 90 അല്ലേ? അപ്പം 90 ആയിരിക്കും ഓരോ ആംഗിളുകളും, ശരിയല്ലേ? അപ്പം 90. അപ്പം ഈ ആംഗിൾ 90, ഈ ആംഗിളും 90. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ലൈനെയാണ് നാം ഒരു പ്രത്യേക പേര് കൊടുക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതായത് ലംബ സമഭാജി. വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ലംബ സമഭാജി, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവനെ തുല്യമായി ഭാഗിക്കും. ഇതൊക്കെ ബൈസെക്ടേഴ്സ് ആണ്, പക്ഷേ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ, ലംബ സമഭാജി എന്ന് പറഞ്ഞാൽ ഇത് വരയെ തുല്യമായി ഭാഗിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അതാണ് പെർപെൻഡിക്കുലർ, ലംബമായിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ തുല്യമായി ഭാഗിക്കും. ഈ ലൈനെ, ആ വരയെ അല്ലെങ്കിൽ ആ സൈഡിനെ തുല്യമായി ഭാഗിക്കും. അതോടൊപ്പം തന്നെ എന്തായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബൈസെക്ടേഴ്സ്, ഒരു ലൈനിന് എത്ര ബൈസെക്ടേഴ്സ്, കുറേ ബൈസെക്ടേഴ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ? പക്ഷേ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ലംബ സമഭാജി എത്ര ഉണ്ടാവുള്ളൂ? ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ഒന്ന് ഇങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ ആംഗിൾ മാറി, അല്ലെങ്കിൽ ഇങ്ങോട്ട് തെറ്റിക്കഴിഞ്ഞാൽ ആംഗിൾ മാറി. അപ്പോൾ ഒരൊറ്റ ലംബ സമഭാജി മാത്രമേ ഒരു വരയ്ക്ക് നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. മറ്റേ നമുക്ക് എത്ര ബൈസെക്ടേഴ്സ് വേണമെങ്കിലും വരയ്ക്കാം, സമഭാജി എത്ര വേണമെങ്കിലും വരയ്ക്കാം, പക്ഷേ ലംബ സമഭാജി ഒരെണ്ണേ ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ലൈൻ അല്ലേ? ഈ ലൈനിന് ഇതൊക്കെ ഇപ്പോൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഇതൊക്കെ 90 ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ വരകളൊക്കെ എന്താണ്?
ഇതിൻ്റെ നമ്മൾ ആദ്യം വരച്ച വരയുടെ പെർപെൻഡിക്കുലർ ലൈനുകളാണ് അല്ലേ, അതായത് ലംബമായി വരച്ച വരകളാണ് ഈ ലൈനുകളൊക്കെ. പക്ഷേ ഇതിൽ ലംബ സമഭാജി അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഏതാ ഉള്ളൂ, ഒരെണ്ണം മാത്രമേ ഉള്ളൂ അല്ലേ. അതേതാണ്, ഇത് മാത്രമാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ. മറ്റേതൊക്കെ പെർപെൻഡിക്കുലർ ആണ്, 90 ഡിഗ്രിയാണ്, പക്ഷേ എന്തല്ല, ബൈസെക്ടർ അല്ല, അതായത് ഈക്വൽ ആയിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഇതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ. മനസ്സിലായല്ലോ. ഇനി ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഇതേ ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്, ഇത് അതിൻ്റെ ലംബ സമഭാജി അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത് 90 ഡിഗ്രി ആണ് നമുക്കറിയാം. ഓക്കെ, ഇനി ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കിയാൽ ഇവിടെ ഒരു പോയിന്റ് എടുത്ത് വിചാരിക്കാം, ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഈ പോയിന്റും ഈ ലൈനിൻ്റെ ഈ രണ്ടറ്റവും തമ്മിൽ ഞാൻ കൂട്ടി യോജിപ്പിച്ചു. ഇനി നമ്മൾ ഈ നീളം മെഷർ ചെയ്യുകയാണെങ്കിൽ അതേ നീളം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക, അതായത് ഈ ലെങ്ത് എത്രയാണോ അതേ ലെങ്ത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. അതായത് ഒരു ലംബ സമഭാജിയിലെ ഏതെങ്കിലും ഒരു പോയിന്റ്, അപ്പുറത്തോ അടിയിലോ താഴെ എവിടെ വേണമെങ്കിലും ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റും ഈ ലൈനിന്റെ രണ്ട് അറ്റങ്ങളും തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ആ രണ്ട് വരകൾക്കും ഒരേ നീളമായിരിക്കും ഉണ്ടാവുക. മനസ്സിലായില്ലേ. അപ്പം ഇതിൽ ഏത് പോയിന്റ് എടുത്തിട്ട് നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചാലും ഈ രണ്ട് ലൈനും എന്തായിരിക്കും, അവരെ നീളം തുല്യമായിരിക്കും. ഇതെന്തുകൊണ്ടാണ് തുല്യമായിരിക്കും എന്ന് പറയാൻ, ഇപ്പം നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ ഞാൻ ഇതിനൊരു പേര് കൊടുത്തു, ABCD എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് നമുക്കറിയാം, ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെങ്കിൽ എന്തായിരിക്കും 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് രണ്ടും 90 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇത് രണ്ടും എന്താണ്, മട്ടത്രികോണങ്ങളാണ് അല്ലേ. മട്ടത്രികോണങ്ങളാണെങ്കിൽ ഇത് കർണം ഹൈപ്പോട്ടിനസ്, ഇത് രണ്ട് മറ്റു വശങ്ങൾ, ഇതാണെങ്കിലോ ഇത് കർണം, ഇത് രണ്ട് വശങ്ങൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഇപ്പോൾ AD സ്ക്വയർ എന്ന് പറഞ്ഞാൽ AD സ്ക്വയർ ഈ വശത്തിൻ്റെ സ്ക്വയർ അല്ലേ, അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള വശത്തിൻ്റെ സ്ക്വയർ, അതാണ് ഏറ്റവും വലിയ വശം അല്ലേ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ചെറിയ വശങ്ങളുടെ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ AC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയറും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ കിട്ടും. ഇനി ഇപ്പുറത്താണെങ്കിലോ ഇതിൻ്റെ വലിയ വശം കർണം ഏതാണ്, BD അല്ലേ, BD. അപ്പോൾ BD സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, BD സ്ക്വയർ ഈസ് ഈക്വൽ ടു വലിയ വശത്തിൻ്റെ സ്ക്വയർ ഈ ചെറിയ വശം CB സ്ക്വയർ പ്ലസ് ഇതിൻ്റെ വശം അല്ലേ CD സ്ക്വയർ. ഇനി നാം പറഞ്ഞു ഇത് ബൈസെക്ടർ ആണെങ്കിൽ നമുക്കറിയാം AC-യും ഈ CB-യും അല്ലേ ഒരേ നീളമായിരിക്കും അല്ലേ. AC എന്ന് പറഞ്ഞാൽ CB എന്ന് പറഞ്ഞാൽ തുല്യമായിരിക്കും. അപ്പോൾ നോക്കിയേ, ഇവിടെ AC സ്ക്വയർ എന്ന് പറഞ്ഞാലും CB സ്ക്വയർ എന്ന് പറഞ്ഞാലും ഈക്വൽ ആയിരിക്കും. എന്താണ് കാരണം, AC-യും CB-യും ഈക്വലാണ്, തുല്യമാണല്ലോ അവയുടെ നീളം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഈക്വലായി അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ അപ്പോൾ CB-ക്ക് വരെ നമുക്ക് AC എന്ന് കൊടുക്കാമല്ലോ. അപ്പോൾ ഇത് രണ്ടും എന്താണ്, സെയിം ആയി. അതായത് രണ്ടിൻ്റെ നീളവും എന്താണ്, സെയിം ആണ്, നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഈ നീളവും എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏത് പോയിന്റ് എടുത്താലും അത് ഈ രണ്ട് അറ്റത്ത് നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ, തുല്യ അകലത്തിലായിരിക്കും. ഇത് നമുക്ക് മനസ്സിലായി. ഇനി ഇക്കാര്യം നമ്മളൊന്ന് തിരിച്ചു പറയുകയാണെങ്കിലോ, അതായത് തുല്യ അകലത്തിലുള്ള ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റ് എവിടെയായിരിക്കും, നമ്മുടെ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും, ലംബ സമഭാജിയിലായിരിക്കും. മനസ്സിലായില്ലേ. അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ തുല്യ അകലത്തിൽ ഏതൊരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്താലും ആ പോയിന്റ് എവിടെ വരുള്ളൂ, നമ്മൾ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നില്ലേ അതിലേ വരുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലെ ഏത് പോയിന്റ് എടുത്താലും അത് ഈ രണ്ടറ്റങ്ങളിൽ നിന്ന് തുല്യ അകലത്തിലായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. പിന്നീട് ഇപ്പം എന്താ പറയുന്നത്, തുല്യ അകലത്തിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതെവിടെയായിരിക്കും, അത് പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇക്കാര്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഏത് ലൈനിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വളരെ എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്കൊരു സെറ്റ് സ്ക്വയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രൊട്രാക്ടറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഈ ഒറ്റ കാര്യം എന്താണ്, നാം ഇതിൽ നിന്നും തുല്യ അകലത്തിൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റ് എവിടെയായിരിക്കും, പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ അതേപോലെ രണ്ട് പോയിന്റ് എടുക്കാമെന്ന് വിചാരിക്കുക, ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് അടിയിലെടുത്തു, അല്ലെങ്കിൽ ഇവിടെ തന്നെ രണ്ട് പോയിന്റ് എടുത്തു, ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഏതായിരിക്കും, അതായിരിക്കും ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. മനസ്സിലായില്ലേ. അപ്പോൾ ഇക്കാര്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഓരോ ലൈനിൻ്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ അവിടെ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിക്കില്ല, അതുപോലെ തന്നെ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ 15.5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് വരയ്ക്കണം അല്ലേ. നമ്മുടെ കയ്യിൽ പ്രൊട്രാക്ടർ ഇല്ല, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ സെറ്റ് സ്ക്വയർ ഇല്ല എന്ന് വിചാരിക്കാം. നമ്മുടെ കയ്യിൽ കോമ്പസ് ഉണ്ട്, അങ്ങനെയാണ് നമ്മൾ എങ്ങനെ വരയ്ക്കും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 15.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം.
അപ്പോൾ ഞാൻ നോക്കിയാൽ സ്കെയിലെടുത്തിട്ട് 15.5 സെൻറ്റിമീറ്റർ നീളത്തിൽ 15.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ചു. അതെല്ലാവർക്കും വരയ്ക്കാൻ അറിയാം, അല്ലേ? നീളം വരച്ചു. ഇനി എന്ത് വേണം? ഇതിന് പെർപെൻഡിക്കുലർ ഒരു ബൈസെക്ടർ നമുക്ക് വരയ്ക്കണം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ കോമ്പസ് എടുക്കാം. കോമ്പസ് മാത്രം എടുത്താൽ പോരാ, കോമ്പസിനുള്ളിൽ എന്ത് വേണം? പെൻസിലും കൂടി വേണം, അല്ലേ? കോമ്പസ് മാത്രം എടുത്താൽ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. കോമ്പസ് പെൻസിലൊക്കെ ശരിക്കും സെറ്റ് ചെയ്തിട്ട് കോമ്പസ് എടുക്കാം. ഇനി കോമ്പസ് എടുത്ത് എന്ത് വേണം? ഈ അറ്റത്ത് കോമ്പസ് കുത്തിയിട്ട് പകുതി, അല്ല ഏറെക്കുറെ നമ്മൾ പകുതി കണ്ടാലറിയാലോ, പകുതിയേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കാം. പകുതിയേക്കാൾ കുറച്ചും കൂടി കൂടുതൽ, മുഴുവൻ ലെങ്ത് എടുക്കണ്ട, പകുതിയേക്കാൾ കുറച്ചും കൂടി കൂടി ഒരു 3/4 ഭാഗം, അല്ലേ, ലെങ്ത് നമുക്ക് കണക്കാക്കിയിട്ട് കോമ്പസിൽ എടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഏറെക്കുറെ ഇത്ര നീളം. മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കുത്തിയിട്ട് ഇവിടെ നമ്മൾ ഒരു ആർക്ക് വരയ്ക്കാം. ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതേ അളവിൽ തന്നെ, അതായത് ഇനി മാറ്റി എടുത്ത അളവ് മാറ്റാണ്ട് അതേ അളവിൽ തന്നെ അടിയിലും ഒരു ആർക്ക് വരച്ചു. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെയും ആർക്ക് വരയ്ക്കാം. കോമ്പസ് കുത്തി ഇതേ ഇവിടെ ആർക്ക് വരച്ചു, അതുപോലെ തന്നെ ഇവിടെയും ആർക്ക് വരച്ചു. മനസ്സിലായല്ലോ? ഇപ്പം നോക്കിയേ, രണ്ട് ആർക്കുകൾ കൂട്ടിമുട്ടുന്നുണ്ട്, അല്ലേ? കൂട്ടിമുട്ടുന്നുണ്ട്. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഞാൻ അത് യോജിപ്പിച്ചു. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കിയാൽ ഇത് രണ്ട് ഭാഗത്തായി വരയ്ക്കണമെന്നില്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ തന്നെ ഒരു ഭാഗത്ത് തന്നെ വരയ്ക്കാം. അതിനെന്ത് ചെയ്യണം? നാം ഇവിടെ നിന്ന് ഇപ്പം എടുത്തൊരു നീളമുണ്ടല്ലോ, നീളം അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തി ഇവിടെ ആർക്ക് വരയ്ക്കുക, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടി, അല്ലേ? അതുപോലെ കുറച്ചും കൂടി അളവ് കുറച്ചിട്ട് പകുതിയേക്കാൾ കൂടുതൽ എടുക്കണം. എന്നിട്ട് താഴത്തും ഇതേപോലെ ആർക്ക് വരയ്ക്കുക. ഈ രണ്ട് ആർക്കുകൾ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഇങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ എന്താവും? അതും പെർപെൻഡിക്കുലർ ബൈസെക്ടർ തന്നെ. മനസ്സിലായല്ലോ? അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ചിട്ട് അടിയിലും കൊടുക്കാം, മുകളിലും കൊടുക്കാം. ഇവിടെ വെച്ച് അടിയിലും കൊടുക്കാം, മുകളിലും കൊടുക്കാം. അപ്പോൾ ഇതായിരിക്കും കൂടുതൽ എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരയ്ക്കാം. ഇനി ഒരു ചോദ്യം നോക്കിയാൽ, ഡ്രോ എ സ്ക്വയർ ഓഫ് സൈഡ് 3.25 സെൻറ്റിമീറ്റർ, 2.5 സെൻറ്റിമീറ്റർ വശത്തിൻ്റെ നീളമുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ റഫായിട്ടൊന്ന് വരച്ചു. ഇത് സ്ക്വയർ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളത്തിലായിരിക്കണം 3.25 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ പ്രൊട്രാക്ടറും ഇല്ല, അതുപോലെ തന്നെ സെറ്റ് സ്ക്വയറും ഇല്ല, അല്ലേ? വെറും കോമ്പസ് മാത്രമേ ഉള്ളൂ. കോമ്പസും സ്കെയിലും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് 3.25 സെൻറ്റിമീറ്റർ മെഷർ ചെയ്ത് കുറച്ച് പണിയാണ്, അല്ലേ? നമുക്ക് 3.2 സെൻറ്റിമീറ്റർ മെഷർ ചെയ്യാം. പക്ഷേ 3.25 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുക്കൽ കുറച്ച് പണിയാണ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3.25ൻ്റെ ഇരട്ടി എടുക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക, 3.25നെ 2 കൊണ്ട് ഗുണിക്കുക, ഇരട്ടി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3.25 × 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6.5 സെൻറ്റിമീറ്റർ, അല്ലേ? അപ്പോൾ 6.5 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 6.5 സെൻറ്റിമീറ്റർ ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ഓക്കെ, ഞാനിവിടെ കൃത്യമായി 6.5 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. 6.5 സെൻറ്റിമീറ്റർ. മനസ്സിലായല്ലോ? ഈ ലൈനിൻ്റെ നീളം 6.5 സെൻറ്റിമീറ്റർ. ഇനി നാം എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇതിന് വരയ്ക്കുകയാണെങ്കിൽ എന്താവും? അത് തുല്യമായിട്ട് ഭാഗിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഒരു കഷ്ണത്തിന് നീളത്തിലായിരിക്കും, ഇതിൻ്റെ പകുതിയായിരിക്കും. അതായത് നമുക്ക് വേണ്ട 3.25 കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനെ 6.5നെ നാം എന്ത് ചെയ്യുന്നു? പെർപെൻഡിക്കുലർ ബൈസെക്ടർ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നു. അപ്പോൾ ഞാനിവിടെ റഫായിട്ട് കാണിച്ചു തരാം. പിന്നെ നമുക്ക് കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പോൾ നോക്കി എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ കോമ്പസ് കുത്തുന്നു, അല്ല, പകുതിയേക്കാൾ കൂടുതൽ കോമ്പസിൽ നീളം എടുക്കുന്നു. മനസ്സിലായല്ലോ? പകുതിയേക്കാൾ കൂടുതൽ കോമ്പസിൽ നീളം എടുക്കുക. എടുത്തിട്ട് എന്ത് ചെയ്യാം? ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. അതേ അളവിൽ തന്നെ എന്ത് ചെയ്യാം? ഈ അടിയിലും ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇതാണ് എൻ്റെ കോമ്പസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ആർക്ക് വരച്ചു. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അതേ അളവിൽ തന്നെ കോമ്പസിൽ അളവ് മാറ്റാതെ അതേ അളവിൽ നമ്മൾ ഇവിടെ തന്നെ കുത്തുന്നു. ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു? നാം ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു. മനസ്സിലായില്ലേ? ഇവിടെ കുത്തിയിട്ട് ഈ ആർക്ക്, അതേപോലെ തന്നെ ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുക? ഇവിടെയും നാം ഒരു ആർക്ക് വരയ്ക്കുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ ആർക്ക് വരച്ചു, അടിയിലും ആർക്ക് വരച്ചു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്ക് വരച്ചു, ഇങ്ങനെ ആർക്ക് വരച്ചു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? അല്ലേ, മിഡ് പോയിന്റ് ഇതിൻ്റെ നടുവിലൂടെ കടന്നുപോയി. അപ്പോൾ ഇതെന്തായി? ഇവിടെ ഇത് 6.5 ആണ്, ഇതിൻ്റെ പകുതിയായിരിക്കും ഇവിടെ, അല്ലേ? അപ്പോൾ ഇവിടെ 3.25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയും നീളമാണ് നമുക്ക് വേണ്ട ഈ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടി, അല്ലേ? ഇത്രയാണ് 3.25. ഓക്കെ ആണല്ലോ? ഇനി എന്ത് വേണം? ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.25 വേണ്ടേ? 3.25, അല്ലേ? ഇവിടെയും വേണം, അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എളുപ്പം എന്ത് ചെയ്യാം? കോമ്പസ് എടുക്കുക. കോമ്പസിൽ നാം ഈ അളവ് അങ്ങോട്ട് മെഷർ ചെയ്യാം.
ഇത് എത്ര ഉണ്ടെന്ന് നോക്കുക, കോമ്പസിൽ മെഷർ ചെയ്യുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, അത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്യുക. ഇവിടെ നോക്കിയാൽ ഈ അളവ് കൃത്യമായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ അത് ആ അളവ് കൃത്യമായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് വൈറ്റ് ബോർഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് പേപ്പറിൽ വരയ്ക്കാം. ഇവിടെ നമുക്ക് പോയിന്റ് കിട്ടിയല്ലോ. അപ്പോൾ ഈ നീളത്തിലായിരിക്കും 3.25 അല്ലേ. അപ്പോൾ ഇവിടെ കോമ്പസിൽ എടുത്തിട്ട് ഈ അളവ് നമ്മൾ എടുത്തു. അപ്പോൾ 3.25. ഓക്കെ, ഇത് കിട്ടിയല്ലേ. ഇനി എന്ത് വേണം, നമുക്ക് ഈ പോയിന്റ് കിട്ടണം. ഈ പോയിന്റ് ഇവിടെ നിന്ന് എത്രയായിരിക്കും, 3.25 അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്ത് വേണം, ഇതേ അളവ് തന്നെ കോമ്പസിൽ എടുക്കുക. ഇതേ അളവ് തന്നെ കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ നിന്ന് 3.25 അകലല്ലേ, അതേപോലെ ഇവിടെ നിന്ന് 3.25 അകലല്ലേ. അപ്പോൾ കോമ്പസിൽ നമ്മൾ ആ അളവ് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു 3.25. അതേ അളവിലെടുത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇവിടെ നാം ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുന്നു, ഇവിടെ കുത്തിയിട്ട് ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. മനസ്സിലായില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.25, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3.25. ഇനി ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടി, നമുക്ക് ഈ സ്ക്വയർ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഓരോ വശത്തിൻ്റെ നീളത്തിലായിരിക്കും 3.25 വെച്ചായിരിക്കും. ഇനി എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 107 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 107 ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം എന്താണ്, ഡ്രോ ദി ഫിഗേഴ്സ് ബിലോ യൂസിങ് ഓൺലി റൂളർ ആൻഡ് കോമ്പസ് അല്ലേ. കോമ്പസും റൂളറും മാത്രം ഉപയോഗിക്കാൻ പാടില്ല, അതായത് സെറ്റ് സ്ക്വയറും പ്രൊട്ടക്ടറും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു സ്ക്വയർ വരയ്ക്കണം. അതിൻ്റെ സൈഡിൻ്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 4.25 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ 4.25 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഈ 4.25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 അല്ലേ 4.25 അല്ലേ. 4.25 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഒരു വശത്തിൻ്റെ നീളം വേണ്ടത് അല്ലേ. അതായത് നാം ഇപ്പോൾ ഒരു സ്ക്വയർ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വശത്തിന് നീളത്തിലായിരിക്കണം 4.25 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാ വശവും 4.25 സെൻറ്റിമീറ്റർ ആയിരിക്കണം. ഇതാണ് നാം വരയ്ക്കേണ്ട സ്ക്വയർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മുമ്പ് പറഞ്ഞ പോലെ തന്നെ 4.25 നമുക്ക് സ്കെയിലിൽ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 4.5ൻ്റെ ഇരട്ടിയാക്കുക അല്ലേ. അതായത് 4.25 എന്തുകൊണ്ട് ഗുണിക്കുക, 2 കൊണ്ട് ഇരട്ടിയാക്കുക അല്ലേ. ഇരട്ടിയാക്കുമ്പോൾ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ എത്ര കിട്ടും നമുക്ക്, 8.5 അല്ലേ. അപ്പോൾ 8.5 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടി. അപ്പോൾ ഈ അളവിലാണ് നാം എന്ത് വരയ്ക്കാൻ പോകുന്നത്, ഒരു ലൈൻ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 8.5 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് 8.5 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ ഞാൻ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ എന്താ നമുക്ക് ഗുണം, ഇതിൻ്റെ പകുതി അല്ലെ മിഡ് പോയിന്റിലേക്ക് കൂടി എവിടെയാണ് ഇത് കടന്നു പോവുക. അപ്പോൾ നമ്മൾ എന്തായി, ഇതിനെ തുല്യ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള 4.25 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് മെഷർ ചെയ്യാതെ തന്നെ എന്ത് കിട്ടും, ഇതിനെ തുല്യ ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ 4.25 സെൻറ്റിമീറ്റർ ഇവിടെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നാം ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ബൈസെക്ടർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആദ്യം ഒരറ്റത്ത് കുത്തുക, എന്നിട്ട് പകുതിയേക്കാൾ കൂടുതൽ എടുക്കുക അല്ലെ, ഒരു 3/4 ഭാഗം കണക്കാക്കി എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ ഒരു ആർക്ക് വരച്ചു, അതേപോലെ തന്നെ അടിയിലും ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ഇനി അതേ അളവിൽ തന്നെ അളവ് മാറ്റാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പുറത്ത് ഈ അറ്റത്ത് കുത്താം, ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ഇനി നമുക്ക് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ എന്ത് കിട്ടും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും അല്ലേ. ഇപ്പം നമുക്ക് അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഈ നീളം എത്രയായിരിക്കും, മൊത്തം എത്രയായിരുന്നു, 8.5 സെൻറ്റിമീറ്റർ അല്ലേ. മൊത്തം നീളം 8.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ പകുതി നമുക്ക് എത്ര കിട്ടി, 4.25. അപ്പോൾ ഈ നീളം 4.25, ഇവിടെയും 4.25. ഇപ്പം നമുക്ക് ഈ വരയ്ക്കേണ്ട നമ്മൾ നിൽക്കുക ഒരു സൈഡ് അല്ലേ, ഈ സൈഡ് കിട്ടി 4.25 കിട്ടി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സൈഡ്, വരയ്ക്കാൻ പോകുന്ന സ്ക്വയറിൻ്റെ ഒരു സൈഡ് ഇതാണ്. ഇനി ഒരു സൈഡ് നമുക്ക് ഇവിടെ വേണം അല്ലേ. അപ്പോൾ ഇവിടെ വേണം, ഇവിടുത്തെ നീളത്തിലായിരിക്കണം, ഇവിടെയും 4.25 ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, കോമ്പസിൽ ഇവിടെ കുത്തിയിട്ട് ഈ അളവ് കൃത്യമായിട്ട് മെഷർ ചെയ്തിട്ട് ആ അളവ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. അപ്പോൾ നോക്കിയേ കണ്ട, കൃത്യമായിട്ട് ആ അളവ് എനിക്ക് കിട്ടി. ആ അളവ് എന്ത് ചെയ്തു, ഞാൻ ആ അളവ് ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെയാണ് പോയിന്റ് വരുന്നത്, കണ്ടില്ലേ, ഇവിടെ ആ പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് ഈ വശം കിട്ടി അല്ലേ, ഈ വശം കിട്ടി, അതെത്രയാണ് 4.25. അപ്പോൾ നമുക്ക് 2 വശങ്ങൾ കിട്ടി അല്ലേ, ഈ പോയിന്റ്. ഇനി എന്ത് വേണം, ഇവിടെ നിന്ന് 4.25 അല്ലേ, ഈ പോയിന്റ് കിട്ടാൻ 4.2 ഇങ്ങോട്ട് വേണം, ഇവിടെ നിന്ന് 4.25 വേണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതേ അളവ് തന്നെ നമ്മൾ കോമ്പസിൽ എടുത്തിട്ട് ഇതേ അളവ് മാറ്റണ്ട, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഈ ദൂരം എത്രയായിരിക്കും, 4.25. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.25 അല്ലേ. അപ്പോൾ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഈ പോയിന്റും ഈ മൂലയും നമുക്ക് കിട്ടി. അപ്പോൾ നോക്കിയാൽ ഈ അളവ് കൃത്യമായിട്ട് എടുത്തു അല്ലേ. ഇനി ആ അളവ് വെച്ചിട്ട് നോക്കിയാൽ ഇവിടെ ഞാൻ ആർക്ക് വരച്ചു. ഇനി അതേപോലെ തന്നെ ഈ പോയിന്റിൽ കുത്തിയിട്ട് എന്ത് ചെയ്തു, ആർക്ക് വരച്ചു.
ഇനി നമുക്ക് ഈ പോയിന്റ് അല്ലേ, ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടി? ഈ സ്ക്വയർ കിട്ടി. ഇത് കൂട്ടി യോജിപ്പിച്ചു. അതുപോലെ തന്നെ ഈ പോയിന്റ് കൂട്ടി യോജിപ്പിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് 4.25 സൈഡിൻ്റെ നീളമുള്ള നമുക്ക് സ്ക്വയർ കിട്ടി. അത് ക്ലിയർ ആയില്ല? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. ഇനി നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ, ഒരു ചതുരം വരയ്ക്കണം. അതിൻ്റെ സൈഡ് ഒന്ന് 5.25 സെൻറ്റിമീറ്റർ, അടുത്തത് 3.25 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? 5.25 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ 2.5 അല്ലേ, 5.25 സെൻറ്റിമീറ്റർ. ഇവിടെയാണെങ്കിലോ 3.25 സെൻറ്റിമീറ്റർ. ഇതാണ് രണ്ട് വശങ്ങളുടെ നീളം. അതായത് നാം ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു ചതുരം വരയ്ക്കുകയാണെങ്കിൽ, ഇതാണ് ചതുരം അല്ലേ, വരയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു വശം എത്ര ആയിരിക്കണം? 5.25 ആയിരിക്കണം. അടുത്ത വശം എത്രയായിരിക്കണം? 3.25 ആയിരിക്കണം. 3.25 ഈ അളവ് നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5.25 നമുക്ക് എടുക്കൽ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ ഇരട്ടി എടുക്കുക അല്ലേ. അപ്പോൾ 5.25 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10.5 എന്ന് കിട്ടും അല്ലേ, 10.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ 10.5 സെൻറ്റിമീറ്റർ ആദ്യം ഇവിടെ ചെയ്ത പോലെ ഒരു ലൈൻ അങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ അതേ 10.5 സെൻറ്റിമീറ്റർ ഞാൻ ഒരു ലൈൻ വരച്ചു. അപ്പോൾ കറക്റ്റ് 10.5 കണ്ടല്ലോ, 10.5 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി എന്ത് വേണം? ഇതിൻ്റെ ബൈസെക്ടർ ഇവിടെ ചെയ്ത പോലെ തന്നെ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ട് 5.25 ഒരു സൈഡിൽ കിട്ടും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു? ദേ പകുതിയിൽ കൂടുതൽ അല്ലേ, പകുതിയേക്കാൾ കൂടുതൽ എടുക്കുക. ഒരു 3/4 ഭാഗത്തോളം എടുത്തു. ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ഓക്കെ, ഇനി അതേ അളവ് വെച്ചുകൊണ്ട് തന്നെ ദേ ഇവിടെ കുത്തി അല്ലേ, ഇവിടെ ഒരു ആർക്ക് വരച്ചു, ഇവിടെയും ഒരു ആർക്ക് വരച്ചു. ഇനി നാം എന്ത് വേണം? ഈ 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇത് 2 പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി അല്ലേ. അപ്പോൾ നമ്മൾ മൊത്തം എടുത്ത നീളം എത്രയാണ്? മൊത്തം എടുത്ത നീളം 10.5 സെൻറ്റിമീറ്റർ മൊത്തം നീളം. ഇവിടെ എത്ര കിട്ടി? ഇത് പകുതിയായി അല്ലേ, അപ്പോൾ 5.25 സെൻറ്റിമീറ്റർ ഇവിടെ കിട്ടി. മൊത്തം ലെങ്ത്താണ് 10.5 സെൻറ്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇപ്പോൾ നോക്കിയാൽ നമുക്ക് വേണ്ട ചതുരത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് കിട്ടി 5.25 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ എന്തായിരുന്നു? സ്ക്വയർ ആയിരുന്നു അല്ലേ, അതുകൊണ്ട് നമുക്ക് ഇതേ അളവ് തന്നെ നമ്മൾ ഇവിടെ എടുത്തു. പക്ഷേ ഇവിടെ എന്താ? ഇവിടെ സ്ക്വയർ അല്ല, പകരം വീതി എത്രയാണ്? 3.25 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് 3.25 സെൻറ്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ ഈ 3.2 നമുക്ക് എടുക്കാം. 3.25 എടുക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? എളുപ്പത്തിന് നാം എന്ത് ചെയ്താൽ മതി? ഇവിടെ നോക്കിയാൽ ഇവിടെ നമ്മൾ 5.25 ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ അളവ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നാം 2 സെൻറ്റിമീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 3.25 കിട്ടിയില്ലേ. അപ്പോൾ നാം എന്ത് ചെയ്താൽ മതി? ഇവിടെ കൃത്യമായിട്ട് ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ നീങ്ങിയിട്ട് എന്ത് ചെയ്യുക? ഒരു പോയിന്റ് പതുക്കൊന്ന് മാർക്ക് ചെയ്യുക. അതായത് നമുക്ക് നോക്കിയാൽ ഇവിടെ 5.25 ഉണ്ട്, അതിൽ നിന്ന് നാം 2 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3.25 കിട്ടും അല്ലേ. ഇതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള പണി. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ കൃത്യമായിട്ട് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, കൃത്യമായി 2 സെൻറ്റിമീറ്റർ മാത്രം മാർക്ക് ചെയ്യുക അല്ലേ, 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 2 സെൻറ്റിമീറ്റർ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഇത്ര നീളമാണ് എത്ര? 3.25 അല്ലേ. ഇവിടെ മുതൽ ഇവിടം വരെയുടെ നീളം 3.25. അപ്പോൾ നമുക്ക് ഇതേ നീളമാണ് നമുക്ക് ഇവിടേക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ നാം എന്ത് ചെയ്യണം? കോമ്പസിൽ ഈ അളവ് കൃത്യമായിട്ട് എടുത്തിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കിയാൽ കോമ്പസിൽ കണ്ട ഈ അളവ് എടുത്തു, ഈ അളവ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും നീളമാണ് 3.25 ഈ അളവ് സെൻറ്റിമീറ്റർ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ വീതി കിട്ടി. ഇത് നീളം, ഇത് വീതി. ഇനി എന്ത് വേണം? നമുക്ക് ഈ പോയിന്റ് കണ്ടുപിടിക്കണം അല്ലേ. ഈ പോയിന്റ് കിട്ടണം നമുക്ക്. അതിനെന്ത് വേണം? ഇവിടെ നിന്ന് എത്രയായിരിക്കും? ഇവിടെ 3.25 ആണെങ്കിൽ ഇവിടെ നിന്ന് 3.25 വേണ്ടേ. അപ്പോൾ കോമ്പസിൽ നമ്മൾ ഇവിടെ എടുത്ത അതേ അളവ് 3.25 എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, ദേ ഒരു ആർക്ക് വരച്ചു. ഇനി എന്ത് വേണം? 5.25 അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് 5.25 വേണ്ടേ. അപ്പോൾ ഇവിടെ നിന്ന് ഈ അളവ് 5.25 അളവ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കാം. ഇവിടെ നിന്ന് ആർക്ക് വരച്ചു, കണ്ടില്ലേ. ഇനി നമുക്ക് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് എന്താ കിട്ടി? മറ്റു 2 സൈഡുകളും കിട്ടി. ഇത് തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, ഇവ തമ്മിലും കൂട്ടി യോജിപ്പിച്ചു. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടായിരിക്കും? ഇവിടെ 5.25, ഇവിടെ എത്ര ഉണ്ടായിരിക്കും? 3.25 സെൻറ്റിമീറ്റർ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.